ഹെഡ്ലൈൻസ് VSCയിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി PSC മാത്സ് ഭാഗത്തു നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസിൻ്റെ ഒന്നാമത്തെ ഭാഗമാണിത്. നിങ്ങൾക്കറിയാം, യൂണിവേഴ്സിറ്റി LGSൻ്റെ മെയിൻ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള 20 ചോദ്യങ്ങളും നമ്മൾ ഇതേപോലെ വർക്ക് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അതുപോലെ തന്നെ നമ്മളിവിടെ ഓരോ ടോപ്പിക്ക് വൈസായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. ഓരോ ടോപ്പിക്കിൽ നിന്നും PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഭിന്നസംഖ്യകൾ എന്ന ഭാഗത്ത് നിന്നും PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഓരോ ചോദ്യങ്ങളും നിങ്ങൾ കൃത്യമായും എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എന്തായാലും നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇതാണ് 2/1 സമം എത്രയാണ് അല്ലേ? 1/2 ഡിവൈഡഡ് ബൈ 1/2 ഈക്വൽസ് ഡാഷ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് ആദ്യം ആ ചോദ്യം ഇങ്ങോട്ടേക്കൊന്ന് എഴുതാം. ഇവിടെ നോക്കി, രണ്ട് ഭിന്നസംഖ്യകൾ ഹരിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കേണ്ടത് ആ സംഖ്യയെ തിരിച്ചിട്ട് ഗുണിക്കണം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. രണ്ട് ഭിന്നസംഖ്യകൾ ഹരിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് ആ സംഖ്യയെ തിരിച്ചിട്ട് ഗുണിക്കണം. അതായത് ഇവിടെ 2/1 ഏത് സംഖ്യ കൊണ്ടാണ് ഹരിക്കുന്നത്? 2/1 കൊണ്ട് തന്നെയല്ലേ? അതായത് ഈ 2/1 നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ചിട്ടിട്ട് ഗുണിക്കുന്നു. അതായത് 2/1 ഗുണം ഇവനെ അങ്ങ് തിരിച്ചിടണ്ടേ? അപ്പൊ എത്രയാവും? 1/2 എന്നാകും. ശരിയല്ലേ? ഇവിടെ നമ്മുടെ കണക്ക് തീർന്നോ? ഇല്ല. വീണ്ടും ഇവിടെ ഒരു 2/1 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഈ 2/1 കൂടി തിരിച്ചിട്ട് ഗുണിക്കണം. അതായത് ഗുണം 1/2 എന്ന് എഴുതാം. ഇനി എല്ലാം വളരെ സിമ്പിൾ ആണല്ലേ? അതായത് ഭിന്നസംഖ്യകൾ ഗുണിക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. എന്താ ചെയ്യേണ്ടത്? അംശങ്ങൾ ഗുണിച്ച് അംശമായിട്ടും ഛേദങ്ങൾ ഗുണിച്ച് ഛേദമായിട്ടും അങ്ങ് എഴുതിയാൽ മതി. 1 ഗുണം 2 ഗുണം 2 എത്ര കിട്ടും നമുക്ക്? 4. അംശം ഗുണിക്കുമ്പോൾ 4 എന്ന് കിട്ടും, ഛേദം ഗുണിക്കുമ്പോൾ 2 എന്ന് കിട്ടും അല്ലേ? ഈ 2ൽ 4നെ നമുക്ക് ഇനി ഹരിച്ച് ചെറുതാക്കിക്കൂടെ? 2 കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഹരിക്കാം. 4നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2 2 4. 2നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1 2 2. അതായത് നമ്മുടെ ആൻസർ 1/2 എന്ന് കിട്ടും. പക്ഷെ ഇത് നമ്മുടെ ഓപ്ഷനിൽ കാണില്ല അല്ലേ? അതായത് ഇപ്പോൾ ഒരു സംഖ്യ ഞാൻ ചുമ്മാതെ എങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആ സംഖ്യയുടെ ഛേദത്തിൽ എപ്പോഴും എന്തുണ്ടാകും? 1 ഉണ്ടാകും. ഇപ്പോൾ 10 എന്ന സംഖ്യ, ആ 10ന്റെ ഛേദത്തിൽ എപ്പോഴും എന്തുണ്ടാകും? 1 ഉണ്ടാകും. പക്ഷെ അത് നമ്മൾ എഴുതുന്നില്ല എന്നേ ഉള്ളൂ അല്ലേ? അതായത് 10/1 എന്ന് പറഞ്ഞാൽ 10 എന്ന് തന്നെയാണ് അർത്ഥം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 2/1 അല്ലെങ്കിൽ 1/2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 2 എന്നാണ്. അതായത് ഇവിടുത്തെ ആൻസർ എത്രയാണ്? 2. സിമ്പിൾ അല്ലേ? ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. 1/2 വില എത്ര? 1/2 വില എത്ര? നമുക്ക് എഴുതാം. 1/2 സമം ഡാഷ്. നമുക്കറിയില്ല അല്ലേ? നമുക്കറിയാം, ഒരു സംഖ്യ ഇങ്ങനെ വെറുതെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഛേദത്തിൽ എന്തുണ്ടാകും? 1 ഉണ്ടാകും. അതായത് 1/1 1/2 സമം ഡാഷ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെയും രണ്ട് ഭിന്നസംഖ്യകൾ ഹരിക്കാനാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കേണ്ടത് ആ സംഖ്യയെ തിരിച്ചിട്ട് ഗുണിക്കണം. അതായത് 1/1 ഇൻറ്റു ഇവനെ അങ്ങ് തിരിച്ചിട്ടേ 1/2 എന്ന് വരും. ശരിയല്ലേ? ഇനി ഗുണിക്കാനല്ലേ വന്നിരിക്കുന്നത്? ഗുണിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഛേദങ്ങൾ ഗുണിച്ച് ഛേദമായും അംശങ്ങൾ ഗുണിച്ച് അംശമായിട്ടും എഴുതുക. 2 ഗുണം 1 2. ഛേദം ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. 1/2 അല്ലെങ്കിൽ 2/1 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണക്കിൽ പറഞ്ഞിരുന്നു, ഛേദത്തിൽ 1 വന്നാൽ ആ സംഖ്യ തന്നെയായിരിക്കും. അതായത് ഇവിടുത്തെ ആൻസർ എത്ര തന്നെയാണ്? 2 തന്നെയാണ്. സിമ്പിൾ അല്ലേ? ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കിയേ. 84ന്റെ 1/6 ഭാഗം എന്നത് 63ന്റെ എത്ര ഭാഗമാണ്? ചോദ്യം എന്താ? 84ന്റെ 1/6 ഭാഗം എന്നത് 63ന്റെ എത്ര ഭാഗമാണ്? വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിന് മുന്നേയുള്ള കണക്ക് പഴയ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സംഖ്യയുടെ അല്ലെങ്കിൽ 84ന്റെ യുടെ എന്നൊക്കെ വന്നാൽ അവിടെ ഗുണനചിഹ്നമാണ് വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ 84ന്റെ 1/6 എന്ന് പറയുമ്പോൾ 84 ഗുണം 6/1 എന്നാകും അല്ലേ? ഇത് എത്ര ഭാഗമാണ്? ഇത് 63ന്റെ എത്ര ഭാഗം എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? 84ന്റെ 6/1 ഭാഗം കണ്ടുപിടിക്കണം അല്ലേ? അതായത് എത്ര കിട്ടും? ഈ 6 കൊണ്ട് നമുക്ക് 84നെ നമുക്ക് ഹരിച്ചൂടെ? അതായത് 1 6 6, ഇവിടെ
ഒരാറ് 6 ശിഷ്ടം എത്രയുണ്ട് ഇവിടെ 2 ഉണ്ട് അല്ലേ ആ 2നെ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 24 ആകും 6 4 24 നമുക്കിവിടെ എത്ര എന്ന് കിട്ടും 14 എന്ന് കിട്ടും അതായത് 84ന്റെ 6 ഭാഗം നമുക്ക് കിട്ടി എത്രയാണ് 14 ഈ 14 എന്നത് 63ന്റെ എത്ര ഭാഗമെന്നാണ് ചോദ്യം അതായത് 63ന്റെ എത്ര ഭാഗമാണ് നമുക്കറിയത്തില്ല അല്ലേ അവിടെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം എത്രയോ ഭാഗമാണ് ഈ 14 അത് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സിനെ ഇങ്ങ് എടുത്തൂടെ എക്സിനെ നമ്മളിങ്ങനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ സമത്തിന് ഇപ്പുറത്ത് ആരുണ്ട് 14 ഉണ്ട് ഇനി എക്സിന്റെ വില കണ്ടെത്താൻ നിങ്ങൾക്ക് അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിൽ ഇവിടെ മാത്രമല്ല നമ്മുടെ എല്ലാ ടോപ്പിക്കുകളിലും എക്സ് ഉപയോഗിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ് ഇട്ട് എക്സിന്റെ വില കൊടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കണക്കുകളുണ്ട് അതറിയാത്തവരുണ്ടെങ്കിൽ എ ടു ഇസഡ് എല്ലാ കാര്യങ്ങളും എക്സിന്റെ ഏത് രീതിയിലുള്ള കണക്ക് ചോദിച്ചാലും ചെയ്യാൻ ഭാഗത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ സമത്തിന് ഇപ്പുറത്ത് 14 ഉണ്ട് ഇനി 63നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം 63നോടൊപ്പമുള്ള ചിഹ്നം എന്താണ് ഗുണനമാണ് അതുകൊണ്ട് 63 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരണമായിട്ട് മാറും അതായത് ഈ 63 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരണം 63 എന്നായിട്ട് മാറും ശരിയല്ലേ ഇപ്പൊ നമുക്ക് എക്സ് സമം 63ൽ 14 എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് 7 കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഹരിച്ചൂടെ 7 2 14 9 7 63 അങ്ങനെയാണെങ്കിൽ എക്സ് സമം നമുക്ക് എത്ര എന്ന് കിട്ടും 9ൽ 2 എന്ന് കിട്ടും അതായത് ഇവിടെ 63ന്റെ എത്ര ഭാഗമാണ് 14 9ൽ 2 ഭാഗമാണ് 14 ശരിയാണോ എന്ന് നമുക്ക് എങ്ങനെ നോക്കാം ഇതാ നമുക്ക് നോക്കാം 63ന്റെ 9ൽ 2 ഭാഗം 14 കിട്ടുമോ നോക്കി 9/7 63 അല്ലേ 7 2 14 ശരിയാണ് 63ന്റെ 9ൽ 2 ഭാഗമാണ് 14 ഇപ്പൊ നമ്മുടെ ആൻസർ എന്താണ് ഇവിടെ 9ൽ 2 എന്നാണ് ഓക്കെ നമ്മൾ ഈ ചെയ്യുന്ന ഓരോ ടൈപ്പ് കണക്കും ഇതിൽ അക്കങ്ങൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും ഇതേ മോഡൽ കണക്കുകളൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയിൽ വരുന്നത് തീർച്ചയായിട്ടും ഓരോ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായി എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഒരു സംഖ്യയുടെ 3ൽ 2 എന്നത് 432 ആയാൽ ആ സംഖ്യയുടെ 4ൽ 3 എന്നത് എത്രയായിരിക്കും ചോദ്യം എന്താ ഒരു സംഖ്യയുടെ 3ൽ 2 എന്നത് 432 ആയാൽ ആ സംഖ്യയുടെ 4ൽ 3 എന്നത് എത്രയായിരിക്കും ഇതും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം അല്ലേ ഒരു സംഖ്യയുടെ 3ൽ 2 സംഖ്യ നമുക്കറിയത്തില്ല സംഖ്യ നമുക്ക് എക്സ് എന്ന് കൊടുത്താൽ സംഖ്യയുടെ എന്ന് പറയുമ്പോൾ എക്സ് ഗുണം അതിൻ്റെ എത്ര ഭാഗം 3ൽ 2 എന്നത് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് 432 ആണ് ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഖ്യ നമ്മൾ എക്സ് എന്ന് കൊടുത്തു അങ്ങനെയാണെങ്കിൽ സംഖ്യ നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചൂടെ എങ്ങനെ കണ്ടുപിടിക്കാം എക്സ് സമം സമത്തിന് ഇപ്പുറത്ത് 432 ഉണ്ട് ഈ 3ൽ 2നെ സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് മാറും കൂടെയുള്ള ചിഹ്നം ഗുണന ചിഹ്നമാണ് സമത്തിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരണമായിട്ട് മാറും ഹരണം 3ൽ 2 എന്നാകും ശരിയല്ലേ ഇനി ഇവിടെ ഒരു ഭിന്നസംഖ്യ കൊണ്ടല്ലേ നമ്മൾ ഇവിടെ ഹരിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഹരിക്കേണ്ട ഭിന്നസംഖ്യ തിരിച്ചിട്ട് ഗുണിക്കണം അതായത് 432 ഗുണം ഇവനെ എടുത്ത് നമ്മൾ അങ്ങ് തിരിച്ചിടുന്നു 2ൽ 3 എന്നാകും ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ ഈ 2 കൊണ്ട് നമുക്ക് 432നെ വെട്ടിക്കളയാം അല്ലേ ഒരു 2 2 4നകത്ത് 2 2 4 3നകത്ത് ഒരു 2 2 ശിഷ്ടം 1 ഉണ്ട് ഇവിടെ അല്ലേ 6 2 12 എന്ന് കിട്ടി 216 ഗുണം 3 എത്ര കിട്ടൂടെ 216 ഗുണം 3 6 3 18 ശിഷ്ടം 1 3 1 3 1 4 3 2 6 അതായത് 648 എന്ന് കിട്ടി ഇതാണോ നമ്മുടെ ആൻസർ ഇത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാകും അതായത് ഇവിടെ നമുക്ക് കിട്ടിയത് സംഖ്യയാണ് അല്ലേ എക്സിന്റെ വിലയാണ് നമുക്ക് കിട്ടിയത് 648 ചോദ്യം എന്താണ് എങ്കിൽ ആ സംഖ്യയുടെ 4ൽ 3 ഭാഗം എത്രയാണെന്നാണ് ചോദ്യം ഇപ്പൊ നമുക്ക് സംഖ്യ കിട്ടി സംഖ്യയുടെ 648ന്റെ 4ൽ 3 ഭാഗം എത്ര അതായത് 4ൽ 3 സമം എത്ര കിട്ടും നമുക്ക് 4 കൊണ്ട് നമുക്ക് ഈ സംഖ്യ നിശേഷം ഹരിക്കാം അതുകൊണ്ട് ഒരു 4 4 ഇവിടെ 6നകത്ത് ഒരു 4 4 ശിഷ്ടം 2 ഉണ്ട് അല്ലേ 6 4 24 ഇനി ഇവിടെ 8 ഉണ്ട് 4 2 8 162 എന്ന് കിട്ടും നമുക്ക് ഗുണിച്ച് നോക്കാം 162 ഗുണം 3 എത്ര കിട്ടും 3 2 6 6 3 18 8 ശിഷ്ടം 1 3 1 3 1 4 486 എന്ന് കിട്ടും അതായത് ഒരു സംഖ്യയുടെ 3ൽ 2 ഭാഗം 432 ആണ് അത് വെച്ചുകൊണ്ട് നമ്മൾ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിച്ചു 648 എങ്കിൽ അതേ സംഖ്യയുടെ 4ൽ 3 ഭാഗമാണ് ചോദിച്ചത് സംഖ്യ നമുക്ക് കിട്ടി 648
648ൻ്റെ 4/3 നമ്മൾ കണ്ടുപിടിച്ചു 486 എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ? നമ്മുടെ ആൻസർ എത്ര ഇവിടെ? 486. ക്ലിയർ ആണ്? ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത കണക്ക് നോക്കിയേ. 2 സംഖ്യകളുടെ തുക 8ഉം ഗുണനഫലം 5ഉമായാൽ അവയുടെ വിൽക്രമത്തിൻ്റെ തുക എത്ര? ചോദ്യം എന്താ? 2 സംഖ്യകളുടെ തുക 8ഉം ഗുണനഫലം 5ഉമായാൽ അവയുടെ വിൽക്രമത്തിൻ്റെ തുക എത്ര? വളരെ സിമ്പിളായിട്ട് പേന പോലും എടുക്കാൻ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്താം. അതായത് നിങ്ങൾ നോക്കിയേ, 2 സംഖ്യകളുടെ തുക, സംഖ്യകൾ നമുക്ക് എക്സ് എന്നും വൈ എന്നും എടുക്കാം അല്ലേ? സംഖ്യകൾ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എക്സ് എന്നും വൈ എന്നും എടുക്കുന്നു. അവയുടെ തുക എക്സ് പ്ലസ് വൈ എത്ര തന്നേക്കുന്നത്? 8 എന്നും തന്നിട്ടുണ്ട്. ഗുണനഫലം അതായത് എക്സ് ഗുണം വൈ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 5 എന്നും തന്നിട്ടുണ്ട്. എങ്കിൽ ഇത് രണ്ടും തന്നിട്ട് വിൽക്രമത്തിൻ്റെ തുക ചോദിച്ചാൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ആദ്യം ഈ തുക തന്നിട്ടില്ലേ, ആ തുക എടുത്തങ്ങ് അംശത്തിലും എഴുതണം, തന്നിരിക്കുന്ന ഗുണനഫലം എടുത്തങ്ങ് ഛേദത്തിലും എഴുതണം. ഇത് തന്നെയാണ് നമ്മുടെ ആൻസർ, അതായത് 5/8. സിമ്പിൾ അല്ലേ? മറ്റൊരു ഉദാഹരണം, 2 സംഖ്യകളുടെ തുക 6 ഗുണനഫലം 3ഉമായാൽ അതിൻ്റെ വിൽക്രമത്തിൻ്റെ തുക ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? തുക എടുത്തങ്ങ് അംശത്തിലും എഴുതണം, ഗുണനഫലം എടുത്തങ്ങ് ഛേദത്തിലും എഴുതണം. ആൻസറായി 3/6. സിമ്പിൾ അല്ലേ? ഓക്കെ ആണല്ലോ? ഇപ്പോൾ ഭിന്നസംഖ്യകൾ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ ഇനിയും ഒരുപാടെണ്ണം നമുക്ക് ചെയ്ത് പഠിക്കുവാനുണ്ട്. വരുന്ന വീഡിയോകൾ നമ്മളത് ചെയ്ത് പഠിക്കും. ഇങ്ങനെ ഓരോ ടോപ്പിക്കിൽ നിന്നും സെപ്പറേറ്റ് ഉള്ള പ്രീവിയസ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. വരുന്ന പരീക്ഷകൾ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഫോളോ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്തായാലും നമുക്ക് കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്